ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന എന്തോ ഒരു ഉത്തരവാദിത്വം ഇവരുടെ മേൽ ആരും അടിച്ചേൽപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല അത് ചെയ്യുവാനായിട്ട്. എന്തോ ഒരു പ്രഷർ കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രഷറിൽ ഇവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല. ഈ ഒരു പ്രഷർ ഇവർക്ക് കൊടുക്കുന്നത് ഇവരുടെ സ്വന്തം ആൾക്കാരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. മറ്റുള്ളവർ ഓരോ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കും, പക്ഷേ നമ്മൾക്ക് അവരോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കാരണം നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതേപോലെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചിലപ്പോൾ സന്തോഷത്തോടെ ചെയ്യും, ചില ആൾക്കാർ ചിലപ്പോൾ ദുഃഖത്തോടെ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവർ പറയുന്നത് കേട്ട്, അതായത് വീട്ടിൽ മുഖ്യനായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഓഫീസിൽ മെയിനായിട്ടുള്ള ആൾ ഓരോ ഉത്തരവാദിത്വങ്ങൾ ഇവർക്ക് കൊടുക്കും. ആ ഒരു ഉത്തരവാദിത്വം അവരുടെ മേലുള്ള റെസ്പെക്റ്റ് കാരണം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഇവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സഫറിങ്ങിലാണ്. എങ്ങനെയെങ്കിലും ഇതെൻ്റെ തലയിൽ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ തീരുമാനമെടുത്തേക്കുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു വ്യക്തിയെ വേദനിപ്പിക്കാനും വയ്യ. അവരോട് എങ്ങനെ പറയും, എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ സാധിക്കത്തില്ല, അങ്ങനെ പറയുമ്പോൾ അവർക്ക് വിഷമമാവത്തില്ലേ. അതുകൊണ്ട് അത് പറയാനും പറ്റത്തില്ല, ഇവരെ കൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ വീട്ടുകാർ ഇവരെ നിർബന്ധിച്ച് വേറൊരു മാരേജ് ചെയ്യിപ്പിച്ചു. ആ ഒരു മാരേജ് ലൈഫിൽ ഇവർ ഒട്ടും തന്നെ സന്തോഷവാനോ സന്തോഷവതിയോ അല്ല. എങ്ങനെയെങ്കിലും ആ ഒരു മാരേജ് ലൈഫ് എങ്ങനെയെങ്കിലും എൻഡാക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്നില്ല ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട്. ഇവിടെ കുറേ ഡിവോഴ്സസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ വളരെ ദേഷ്യത്തിലാണ് ഓരോ ഡിസിഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ സ്വയം ഹേർട്ടായിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ എന്തോ ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസാണ് റിസീവ് ആകാൻ പോകുന്നത്. ഇല്ലെങ്കിൽ സഡനായിട്ട് ഒരു സിറ്റുവേഷൻ എൻഡാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹായ് ഹലോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നേരെ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ചെറിയ രീതിയിലുള്ള സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം സെക്ഷലി നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളെ കാണുവാനുള്ള ഒരു ആഗ്രഹം, സംസാരിക്കുവാനുള്ള ആഗ്രഹം, കുറച്ചൊരു ഒബ്സസീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇവിടെ ഫയർ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്, റൊമാൻറ്റിക് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പാഷനേറ്റ് ആവായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നതാണ് റൊമാൻറ്റിക് വേയിലുള്ള, അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ പേഴ്സൺ എന്ത് പറ്റി, എങ്ങനെ ഇത്ര റൊമാൻറ്റിക്കായിട്ട് എൻ്റെ അടുത്ത് പെരുമാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് വെറും ഒരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്. ആ ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം ഈ ഒരു എനർജി കാണുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഹൃദയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതല്ല, അപ്പോഴത്തെ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ഇവർ അങ്ങനെ പെരുമാറുന്നതാണ്. അതായത് സഡനായിട്ട് ഇവർക്കൊരു ക്രേവിങ് ഉണ്ടാകും, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ പഴയ ആളായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് അതേ ആൾ തന്നെയാണ്, ഒരു മാറ്റവും ഇവർക്ക് സംഭവിച്ചില്ല എന്ന്. നെക്സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിയോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് റിജക്ഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവരെ കൺവിൻസ് ആക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. കൂടാതെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം ഇവർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവിടെയും റിജക്ഷൻ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ സമയവും ഇവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫാമിലിയോട് പറഞ്ഞ് കൺവിൻസ് ആക്കാൻ വേണ്ടി. റിജക്ഷൻ കിട്ടിയാലും ഇവർക്ക് കുഴപ്പമില്ല, ഇവർ സ്റ്റാൻഡ് എടുക്കും, വളരെ ഡിസപ്പോയിൻമെൻറ്റോടെ സ്റ്റാൻഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് ഇനി പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും ഇവർക്ക് സ്റ്റാൻഡ് എടുക്കണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.